ഓക്കെ, അപ്പോൾ പാട്ട് ക്ലാസ് ആരംഭിക്കാൻ പോകുന്നു. ഈ ലോകത്ത് എനിക്ക് ഇത്രയധികം ടാസ്ക് ആയിട്ടുള്ളൊരു സാധനം വേറെ ഇല്ല. കാര്യം വേറെ ഈ ഭൂമിയിൽ ആരെ വേണമെങ്കിലും പഠിപ്പിക്കാം. പക്ഷെ സ്വന്തം സഹോദരിയെ പഠിപ്പിക്കുക പോലൊരു ഭാരമുള്ള ചടങ്ങ് ലോകത്തില്ല. നന്നായിപ്പോയി. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പണിയെടുക്കണം. അപ്പോൾ ആയതിനാൽ ഇതാരംഭിക്കുന്നു. ഞാൻ പാടുന്നത് നീ ഏറ്റു പാടണം. അമ്മ നിർബന്ധമായിട്ടും നിന്നെ പാട്ട് പഠിപ്പിച്ചിട്ട് നമ്മൾ രണ്ടുപേരും ഒരേപോലെ പാടണ വീഡിയോ വേണം. അമ്മയ്ക്ക് വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇടാനാണെന്ന് പറഞ്ഞിട്ട് ഡെയിലി വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് അങ്ങനെയൊക്കെ പറയാം. അമ്മയ്ക്ക് അറിയോ എൻ്റെ സ്റ്റാറ്റസ് ഇവിടെ എന്താണ്? ശരി, റെഡിയല്ലേ? എനിക്ക് ഇഷ്ടമുള്ള മാതിരി പഠിപ്പിച്ചു തരണം കേട്ടോ. പിന്നെ ഞാൻ പഠിപ്പിച്ചു തരും, നീ അതുപോലെ പാടിയാൽ മതി. അമ്മ എനിക്ക് പറ്റുന്ന പാടി നീ പാടിയാ മതി. ശരി, ഏത് പാട്ടാണ്? ഭജൻ പാടിക്കണോ അതോ തറ? ശരി, ഞാൻ പഠിപ്പിച്ചു തരാം, നീ പാടിയാൽ മതി. ഞാൻ പാടണോ പഠിക്കണോ വേണ്ടത് ഞാൻ ചിന്തിക്കാം. സീരിയസ് ആവും. പാടണോ തന്നെ കൊണ്ട്? അല്ല, ഞാൻ പാടുന്നത് കറക്റ്റ് ഒന്നുമല്ല. പക്ഷെ ഞങ്ങൾ രണ്ടുപേരിലും ഞാനാണ് അച്ഛപറിമാരി, മൂത്താശ്ശേരി ഞാനാ. മൂത്താശ്ശേരി അതാണ്, അല്ലാതെ ഞാൻ വലിയ ആളായിട്ടല്ല. പക്ഷെ കോക്കനട്ട് ഇന്നഫ് പ്ലീസ് സ്റ്റാർട്ട് സിംഗിങ് കോക്കനട്ട്. കണ്ണേ കലൈമാനേ കണ്ണിമയിലേന കണ്ടേനു നൈനാനേ. പാട് പാടുമോ പാടുപെടുമോ? പാട്. കണ്ണേ കലൈമാനേ കണ്ണിമയിലേന കണ്ടേ. ഒരു മിനിറ്റ്. കണ്ണിമയിലേന കണ്ടേനു നൈനാനേ. കണ്ണിമയിലേന കണ്ടേനു നൈനാനേ. ഇതിൽ ട്വിസ്റ്റ് എന്താ വെച്ചാൽ യഥാർത്ഥമായിട്ടുള്ള സംഗതി ഇങ്ങനെയാണോ എന്ന് ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടൊന്നുമില്ല. വെറുതെ എങ്ങനെയെങ്കിലും അമ്മ അത്ര പ്രാവശ്യം പറഞ്ഞതുകൊണ്ട് മാത്രം എനിക്കിപ്പോൾ വരുന്ന സംഗതി ഞാൻ ഈ സംഗതിക്ക് പറഞ്ഞു കൊടുത്തതാണ്. അപ്പോൾ ഒരുമിച്ച് പാടാം. 3, 2, 1. കണ്ണേ കലൈമാനേ കണ്ണിമയിലേന കണ്ടേനു നൈനാനേ. വെൽക്കം ചിന്നക്കുട്ടി. അമ്മയ്ക്ക് ഇന്നത്തേക്കുള്ളതായിട്ടമ്മ. ടാറ്റാ.